അമ്മച്ചി ചൈന ഇതുവരെ എത്തിയില്ലല്ലോ. വിളിച്ചിട്ട് കോള് കിട്ടണില്ല. ഇവനിത് എവിടെ പോയി കിടക്ക? കൊടുക്ക കൊടുക്ക. ലിസിയെ കോരെ കാണുന്നില്ലല്ലോടി. നാത്തൂനോട് ചോദിക്കും. മണി 2 അതെ. ഇവനെത് എവിടെ പോയി കിടക്ക? പെങ്ങളെ അവനെന്തേ വിളിച്ചിട്ട് കിട്ടുന്നില്ല? എടാ ഞാനും വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ നിന്റെ ഫോണിൽ ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. എത്ര നേരം എന്നറിയ വിളിച്ചോണ്ടിരിക്കുക. മാതാവേ എന്റെ കുഞ്ഞെന്താ ഫോണൊക്കെ ബെല്ലടിക്കുന്നുണ്ടോ? എടുക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ടും എടുക്കുന്നില്ല. എടാ നമുക്കൊരു കാര്യം ചെയ്താലോ? അങ്ങ് കഴിച്ചാലോ? വന്നിരിക്കുന്നില്ല, വിശന്നിരിക്കുമല്ലേ? എന്താ നീ പറയുന്നത്? കഴിക്കാൻ വേണ്ടിട്ടാണോ ഇത്രയും ദൂരം നാണ്ടി കുട്ടനാട് വന്നിരിക്കുന്നത്? അവൻ വരാണ്ട് ഇവിടെ ആരും കഴിക്കുന്നില്ല. അവൻ വല്ല തിരക്കിലും പെട്ടതായിരിക്കും. എന്ത് തിരക്ക്? ഞങ്ങൾ ഇന്ന് കെട്ടുറപ്പിക്കാൻ വരുമെന്ന് ഞങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞല്ലേ? ഇത് ചതിയാ, വാക്ക് വ്യത്യാസം. പെങ്ങൾ അറിയാണ്ട് ഇവിടെ ഇതൊന്നും നടക്കുകയില്ല. എന്നാ കോപ്പ പറയുന്നത്? പോകുന്ന വഴിക്ക് വേറെ ഹോട്ടലുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചോളാം. കാത്തിരിക്കല്ലേ? മറ്റേ എവിടെ ഇറങ്ങി? അതെ, അപ്പൊ ഞാൻ കേട്ടതല്ല നേരാ. നീ എന്നാ കേട്ടെന്നോ? എടാ നീ കിടന്ന് തുള്ളാതെ കാര്യം. അതാണ് ചെക്കനെ ഏതോ വിജാതീയ പെണ്ണുമായിട്ട് പ്രേമത്തിലാണ്. ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. അവൻ അനാവശ്യം കാണിക്കാം. ഇതോടെ കഴിഞ്ഞല്ലോ എല്ലാം. നീ വാടി. എടി ലിസി, നിന്നോടാ പറഞ്ഞത് വരാൻ. അമ്മച്ചി എന്താ അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ പോയിട്ട് വരാം. ശരി. സത്യം പറഞ്ഞ ഈ സർക്കാർ ജോലി തന്നെ വേണമെന്ന് വെച്ചത് എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാ. അങ്ങനെയെങ്കിൽ അമ്മക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചൂടെ? അതെ, താൻ പറഞ്ഞ ശരിയാ. അത് പിന്നെ ഈ ജോലി എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വേണ്ടെന്ന് വയ്ക്കാൻ എനിക്കാവില്ലല്ലോ. റായലമ്മോ, പേടിച്ചു പോയല്ലോ. എന്നാ പറ്റി? ഇഷ്ടത്തെ കിടക്കുന്നേ? ഓ, മൂട് ശരിയല്ലെന്നോ. തണുപ്പിക്കാൻ വല്ല ഉണ്ടോ നോക്കട്ടെ, ഇപ്പൊ എടുത്തോണ്ട് വരാം. എടുത്തോണ്ട് വരാം. അല്ലേ വേണ്ടല്ലേ, പണി പണിന്ന് തോന്നുന്നു. എന്നാ മജി? ഞാൻ തേക്കും തടത്തിൽ മാത്തച്ഛൻ ഭാര്യ റാഹേൽ. നീ ആരോടാ? അത് റായലമ്മയ്ക്ക് അറിയത്തില്ലയോ? ഞാൻ മാത്തച്ഛന്റെ മോൻ. ആ മാത്തച്ഛൻ വാക്ക് വ്യത്യാസം കാണിച്ചിട്ടില്ലടാ. ആണായ മനസ്സിലുള്ള തുറന്നു പറയാനുള്ള തന്റെ ഇടം വേണം. നിന്റെ അപ്പനെ പോലെ മാറി നിക്കണം അങ്ങോട്ട്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ
രാഹുലമ്മേ, രാഹുലമ്മേ, ഞാൻ പറയുന്നോന്ന് കേക്ക്. രാഹുലമ്മേ, അച്ഛാ, എനിക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷെ ഞാനിങ്ങനെ പള്ളിയായിട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കും നാട്ടുകാരും സ്വന്തക്കാരും ഒക്കെ എന്തു പറയും? എനിക്ക് നമ്മുടെ സഭയിൽ നിന്നൊരു കൊച്ചുമതി അച്ഛാ. നമ്മുടെ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ അന്യജാതിക്കാരെ കല്യാണം കഴിക്കരുതെന്ന്? ബൈബിളിലുണ്ടാ? ഇല്ല. സഭ അതൊരു ചട്ടക്കൂടാണ്. ഒരു വിശ്വാസിക്കാതെ അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം. പിന്നെ സഭയിൽ നിന്ന് തന്നെ ഒരു കൊച്ചിന് വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി ആ കൊച്ചിനെ വിളിച്ച് സമ്മതമാണെങ്കിൽ മാവസ് നോക്ക്. അങ്ങനെ വരുമ്പോ നമ്മുടെ സഭയിൽ നിന്ന് തന്നെ ആവുമല്ലോ. അപ്പൊ അച്ഛൻ പറയുന്നത് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നാണോ? ഞാനെന്നല്ല, ബോധമുള്ള ആരാണെങ്കിലും അതേ പറയൂ. നമ്മളായിട്ട് തന്നെ അവരുടെ ജീവിതം തുലയ്ക്കണത്. എനിക്ക് നരകത്തിൽ പോണ്ട ചേച്ചി. പരസ്പരം സ്നേഹിക്കുന്നവര് ഒന്നിക്കട്ടെ. എന്നാ ശരി അച്ഛാ. ശരി. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്കും സ്തുതി. നീ എന്താ അമ്മച്ചിക്ക് സ്തുതി തരാതെ പോന്ന്? അത് പിന്നെ ഞാൻ തരുന്ന സ്തുതിയൊന്നും അമ്മച്ചി വാങ്ങിക്കാറില്ലല്ലോ. ഞാൻ ആകെപ്പാട് ചെയ്ത തെറ്റ് എൻ്റെ ഇഷ്ടം അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലെന്നല്ലുള്ളൂ. നമ്മുടെ ഇടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നു മുതലാടാ നീ അമ്മച്ചിയെ മറിക്കാൻ തുടങ്ങി? അമ്മമാരെപ്പോഴും സ്വാർത്ഥരാടാ. അവരുടെ ലോകത്തിന്റെ വലിപ്പം അവരുടെ മക്കളിൽ ഒതുങ്ങി നിൽക്കുവാടാ. നീ വളർന്നൊന്നും ഈ അമ്മച്ചി അറിഞ്ഞില്ല. നീ എന്നും എനിക്ക് എന്റെ കുഞ്ഞു കോര തന്നെയാടാ. ഞാൻ നീ മാത്രമുള്ള ലോകത്തിലേക്ക് വേറെ ആള് വരുന്നതിന് ഞാൻ എന്റെ ഇഷ്ടം മാത്രം നോക്കിയുള്ളൂ. നമ്മുടെ ലോകത്ത് നമ്മൾ മാത്രം മതി അമ്മച്ചി. എന്റെ അമ്മച്ചി ഇങ്ങനെ കരയുന്നത് എനിക്ക് കാണാൻ പറ്റില്ല അമ്മച്ചി. എന്റെ മോനെ, എന്റെ അമ്മച്ചി ഇങ്ങനെ കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മച്ചി. മോനെ കരയല്ലടാ. വേറെ ആരും വേണ്ട അമ്മച്ചി. നമ്മുടെ വേറെ ആരും വേണ്ട മോനെ. അമ്മച്ചി നിനക്ക് വാങ്ങിത്തരുന്നതിന് ഒന്നിനു പകരം മറ്റൊന്നുണ്ടായിരുന്നടാ. പക്ഷെ നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണിന് വേറെ ഓപ്ഷൻ ഇല്ലടാ. അത് നിന്റെ ഇഷ്ടം തന്നെ. ശരി, അവള് നല്ല കുട്ടിയാടാ. അമ്മച്ചിക്ക് അവളെ ഭയങ്കര ഇഷ്ടം. അവള് നിന്നെ പൊന്നുപോലെ നോക്കും. അവൾ എന്നെ പൊന്നുപോലെ നോക്കൂടാ, അതെനിക്ക് ഉറപ്പാ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവള് മാമോദിസ പൊങ്ങണം. മക്കളുടെ കല്യാണമേ പള്ളി വെച്ച് തന്നെ വേണം. ഇല്ലെങ്കിൽ അമ്മച്ചിയുടെ ഗുണം മാറും.